എത്ര ദിവസമായി പറയുന്നു വീണേ, ആ മാരണൊന്ന് അയിലുമെന്ന് എടുത്ത് മാറ്റാൻ. ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ, നിങ്ങളെ മോന് അതിനോട് വലിയ ഭ്രമ. അതുകൊണ്ടല്ലേ പറഞ്ഞ കേക്കണ്ടേ. ആര് വീട്ടിലേക്ക് കയറി വന്നാലോ ആദ്യം കാണുന്നത് ആ അരിപ്പയാ. ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. കണ്ണടിച്ച് പാല് കുടിച്ചാ ഞാനൊന്നും അറിയില്ലെന്നോ അവന്റെ വിചാരം. എടാ ചിക്കു, എത്ര പ്രാവശ്യമായിട്ടാ നിന്നോട് പറയുന്നത് അതൊന്ന് കൊണ്ടുപോയിട്ട് കളയേ. നിക്ക അമ്മേ, ഇതൊന്ന് കഴിയട്ടെ, കളിക്കടാ. നിനക്കെന്നെ മനസ്സിലായ സുമതി? ഇല്ല, നിങ്ങളാരാ? ഞാൻ നിന്റെ സുധിയേട്ടന. അയ്യോ, നിങ്ങൾക്ക് ഇത് എന്ത് പറ്റിയ സുധിയേട്ടാ? കുറെ മുറിവുകളൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും നിങ്ങൾ ഉപദ്രവിച്ചോ? എന്റെ സുധിയേട്ടനല്ല ഇത്. എന്റെ സുധിയേട്ടൻ ഇങ്ങനെയല്ല. കഷ്ടകാലം പിടിച്ച സമയത്ത് ബോസിന്റെ കൂടെ പടക്കം എടുക്കാൻ ശിവകാശിക്ക് പോയതാ. കൂടെയുള്ള ഏതോ പാണ്ഡിത്യന്റെ ബീഡിക്ക് തീ കൊളുത്തിയത്. അയാൾ ഇനിയും ഐസിയുവിൽ നിന്നും എഴുന്നേറ്റില്ല. നിനക്കറിയോ, 7 ദിവസം ഉള്ളിൽ കിടന്ന് ഞാൻ അനുഭവിച്ച പുകച്ചിലും നീറ്റലും നാറ്റവും. ചിക്കു, അടുക്കളപ്പുറത്ത് കുപ്പിയില് പെട്രോൾ തീപ്പെട്ടി വെച്ചിട്ടുണ്ടേ, അതിനടുത്ത് വേഗം കത്തിച്ചാ. കേട്ടില്ലേ സുമതി, എന്റെ സമയം അടുത്ത് കഴിഞ്ഞു. സുധിയേട്ടാ, അങ്ങനെ പറയരുത്. ഞാൻ നിങ്ങളെ മറ്റെന്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ സ്നേഹം പൂവണിയും സുധിയേട്ടാ. അണിയണിയും അതിന്റെ ഷഡ്ബോഡിക്ക് മുകളിലായിരിക്കും മാത്രം. ഈ ജന്മം നമുക്കൊന്നാവാൻ കഴിയില്ല സുമതി, നീ എന്നെ മറക്കണം. ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും കാലം? എന്നെ മനസ്സിലായില്ലാന്ന് തോന്നുന്നു. ഞാൻ സുപ്രൻ, ബോസിന്റെ പുതിയ കവഞ്ഞോട്ടലാണ്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിന്നെ കിട്ടിയാ കൊള്ളാണ്ട് കേട്ടോ. ഹലോ ഹലോ അമ്മ, ശിവകാശിയിലിരുന്ന് വെങ്കടേശ് പേசுறா. ആ തെറിയൂ. ഒരിക്കൽ ഞാൻ ഒരാളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, എന്റെ സുധിയേട്ടനെ. ഇന്ന് ഈ ലോകത്ത് സുധിയേട്ടനില്ല. ഇനി എനിക്കൊരു ജീവിതവുമില്ല. ഇങ്ങ എല്ലാം റെഡി പണി വെച്ചിരിക്ക. ബോസിലേക്ക് വരുമാ? ആ വരും, കണ്ടിപ്പാ വരും. നീ അങ്ങനെ പറയരുത് കേട്ടോ. നിന്നെ കെട്ടാൻ വേണ്ടിയാണ് ഞാൻ ബോസിന്റെ കൂടെ ജോലിക്ക് ചേർന്ന് തന്നെ. ഇന്ന് ഞാനും ബോസും കൂടി പടക്കെടുക്കാൻ വേണ്ടി ശിവകാശി പോകണ്ട കേട്ടോ. നീ ഒന്ന് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി കെട്ടിയേ. ഇതുപോലൊരിക്കൽ കാവടി തുള്ളി പോയതാ എന്റെ സുധിയേട്ടൻ. പിന്നെ തിരിച്ചു വന്നത് മുക്കോന്റെ കയ്യിലെ മീൻവല പോലെയാ.